I'm all about words, but it sounds like you're envisioning an instrumental piece that truly captures a calm, beachy ambience. Since this one's not about lyrics. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇതെൻ്റെ കൊടകരയിലെ വീടാട്ടോ. ഞാനും ജോർജിയും കൂടി, ജോർജി വെക്കേഷൻ ആയതുകൊണ്ട് 1 വീക്ക് സ്റ്റേക്കും ഞാനൊന്ന് മമ്മീനെ വിസിറ്റ് ചെയ്യാനായിട്ടും വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്ഥിരം പരിപാടിയാണ്, കുറേ ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ട് വരും. ഇന്നിപ്പോൾ കിട്ടിയത് കാളാഞ്ചിയും കരിമീനാണ്. ഞാൻ മമ്മീനെ കൊണ്ട് കുക്ക് ചെയ്ത് കഴിക്കും. ജോർജി പൊതുവേ മീനൊന്നും കഴിക്കാത്ത ഒരാളാണ്. ഇതുപോലെ മീൻ വറ്റിച്ചൊന്നും അവന് വലിയ ഇഷ്ടമില്ല. ബട്ട് മമ്മി കുക്ക് ചെയ്യുമ്പോൾ അവനത് ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ കഴിക്കും. മമ്മി സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിന് വരുമ്പോൾ മമ്മി കുറേ ചക്ക, മാങ്ങ, നമ്മുടെ എന്താ പറയുക, കാന്താരി മുളക്, വേപ്പില, ഈ വക ഐറ്റംസൊക്കെ മമ്മി കൊണ്ടുവരും കേട്ടോ. ബട്ട് ഞാനിതുവരെ ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത് ചെയ്ത വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും എൻജോയ് ചെയ്ത വീഡിയോ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മുടെ പറമ്പിലൊന്ന് നടന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഇല്ലാത്ത ഫ്രൂട്ടൊന്നും ഇല്ല കേട്ടോ. സ്റ്റാർ ആപ്പിൾ, മാംഗോസ്റ്റിൻ, ലിച്ചി, നമ്മുടെ ലോഗൻ ഫ്രൂട്ട് നിങ്ങളെൻ്റെ വിഷുയുടെ വീഡിയോയിൽ മമ്മി കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ എന്താ ഗണപതി നാരങ്ങ, അത് ഞാൻ ആദ്യമായിട്ടാണ് തന്നെ. ജോർജി ഈ മാങ്ങയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ ജോർജി. മമ്മിയുടെ മീൻ വറ്റിച്ചത് ഒരു രക്ഷയില്ല കേട്ടോ. പകുതി മുക്കാലും മമ്മിയുടെ റെസിപ്പീസിൽ നിന്നാണ് എനിക്ക് ഐഡിയാസ് കിട്ടുന്നത് തന്നെ. ഇന്ന് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു. ബട്ട് ഞാൻ ഇന്ന് കഴിച്ചത് ഇഡ്ഡലിയും മീൻ വറ്റിച്ചതും കൂടിയായിട്ടാണ്. മമ്മിയുടെ ഇഡ്ഡലി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല ഇത്രയും നല്ല ഇഡ്ഡലി. ഞാൻ ഈ സെയിം റെസിപ്പി ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ബട്ട് എൻ്റെ ശരിയായിട്ടില്ല ഇതുവരെ സത്യം പറഞ്ഞാൽ. ഞാൻ മീൻ വറ്റിച്ചതും ഇഡ്ഡലിയും കൂടിയായിട്ടുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ല. പണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കപ്പ് ഉണ്ടായിരുന്നു. ചൂടാ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ജർമ്മിക്ക് കാപ്പി ഇഷ്ടമാണ്. മമ്മിയുടെ കാപ്പി ചൂടുണ്ട് കേട്ടോ കൂട്ടാ. കപ്പിൽ വേണോ? കുട്ടന്റെ ഗ്ലാസ്സിൽ തന്നെ വേണം. എന്നാ ശരി പോയിട്ടുണ്ടോ? നിൽക്കാൻ നല്ല ചൂടാണ് കേട്ടോ. ജർമ്മിയുടെ കപ്പ് എവിടെ? ഗ്ലാസ് എവിടെ? വൈൻ ഗ്ലാസ്സിലാണ് കപ്പ് കുടിക്കണേ. എന്നാ ഒഴിക്കട്ടെ. ഇതെൻ്റെ ബ്രദറിൻ്റെ പിള്ളേരാ ജെറമിയും മിക്കയും. രണ്ടുപേരും മമ്മിയുടെ കാപ്പിയുടെ വലിയ ഫാൻസാണ്. മമ്മി ഉണ്ടാക്കുന്ന ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്. മറ്റേ ഫിൽറ്റർ കോഫി എന്നല്ല, ബ്രൂ ഇൻസ്റ്റൻറ്റും ഉണ്ട്. അതെ, മമ്മി ഓടിക്കോ രണ്ടുപേരെയും ഈ ഗ്ലാസ് എടുത്തതിന്? കൊള്ളാലോ കാപ്പി കുടിക്കണേ. നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റേഷനും നോക്കണ്ട, കോസ്റ്റ്യൂമും നോക്കണ്ട. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ ഇന്ന് എനിക്ക്. ഇവിടെ വരുമ്പോൾ കാപ്പിക്ക് വരെ ഭയങ്കര ടേസ്റ്റാണ്. ഈ സ്ഥലത്തിൻ്റെ ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ വീടായതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ ഫിൽറ്റർ കോഫീനെ വിട്ടിട്ടുള്ള കളിയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല. ബട്ട് ഇവിടെ വരുമ്പോൾ മമ്മിയുടെ കാപ്പി ഒരു രക്ഷയില്ല. ഇത് വീരപാണ്ടി ഞങ്ങളുടെ വീട്ടിലൊരു 10 കൊല്ലമായിട്ടുണ്ട് കേട്ടോ. വീരപാണ്ടിയാണ് ഞങ്ങളുടെ പറമ്പിൻ്റെ ഓൾറൗണ്ടർ. അമ്മ ആ പൊട്ടിയിരിക്കുന്ന ചക്ക കുഴപ്പമുണ്ടോ? അത് കുഴപ്പമുണ്ടോ? ഇല്ല അത് പഴുത്താൽ നല്ല മധുരം. അപ്പം ഈ മഴ പെയ്തില്ലേ, അപ്പം മധുരം കുറഞ്ഞാണോ? പാസ് ചെയ്തു
ഇപ്പോൾ പച്ചച്ചക്ക കുഴയ്ക്കാനായിട്ടുള്ള വീഡിയോ എടുക്കാനായിട്ടുള്ള അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. ബട്ട് ഇവിടെ പറമ്പിൽ ഇറങ്ങി കണ്ടപ്പോൾ ഇത് എന്തിന് എവിടെ നിന്ന് തുടങ്ങുമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടാത്ത പോലെ ആയിപ്പോയി. അമ്മ ഇത് എന്ത് ചക്കയാ? പഴുക്കാനുണ്ട് കേട്ടോ. അയ്യോ മമ്മി ജാതിക്ക ഞാൻ പറഞ്ഞില്ലേ. അയ്യോ വീരപാണ്ടി 4 ചക്ക പിന്നെ ഒരു പാക്കറ്റ് ഫുള്ള് ജാതിക്ക. പഴുത്ത ചക്ക പഴുത്ത ഇതുണ്ടാവുമ്പ കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാനാ. ഇതല്ല ജാതിക്ക. അയ്യോ കാണിച്ചേ. നമ്മളവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നാരങ്ങയായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ വീടും പറമ്പൊക്കെ മിസ് ചെയ്യുന്നത്. എനിക്കൊന്ന് അല്ലെങ്കിൽ ഞാനൊരു ഫ്ലാറ്റിൽ ഭയങ്കര അഭിമാനത്തോടെ താമസിച്ച ആളാണ് കേട്ടോ. ബട്ട് ഈ പറമ്പിൽ ഇന്ന് ഇറങ്ങി ഈ വീഡിയോ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടാണല്ലോ കൊടുക്കുന്നത്. അത് കാണുമ്പോൾ ആക്ച്വലി ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് പറമ്പൊക്കെ. ഞാൻ കുറേ കുക്ക് ചെയ്യുമെങ്കിലും മമ്മി കൊണ്ടുവരുന്ന സാധനങ്ങളുടെ സോസ് ഇതുവരെ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അതൊന്നും എൻ്റെ ഒരു വിഷയമല്ലായിരുന്നു. ബട്ട് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുക. അമ്മ ഇത് എന്തിനാ യൂസ് ചെയ്യണം? അച്ചാറിനാണോ? അച്ചാറിനുണ്ടോ? പിന്നെ ജ്യൂസ് അടിക്കാൻ നല്ലതാണോ? റൗണ്ട് ആയിട്ട് കഴിഞ്ഞിട്ട് ജ്യൂസ് അടിക്കും. ജ്യൂസ് ഇത് കണ്ടിട്ടുണ്ടോ? ഇതെന്താ സാധനം? ഇത് ഞാനൊരു റീലിൽ കണ്ടിട്ടുണ്ട്. വീരപാണ്ടി താങ്ക് യു. നോക്കട്ടെ കേട്ടോ. അമ്മ ഇത് ജ്യൂസ് അടിക്കണാണോ അല്ലെങ്കിൽ വെറുതെ കഴിക്കണാണോ? ഓ ഇതൊരു ലിച്ചി പോലത്തെ ഒരു ഫ്രൂട്ടാട്ടോ. മാംഗോസിൻ്റെ സെയിം ഫ്ലേവർ ബട്ട് അതിൻ്റെ മിനി വേർഷൻ. പക്ഷേ കുറച്ചുകൂടി പുളിയുണ്ട് മാംഗോസിനേക്കാളും. അമ്മ ഇതിൻ്റെ പേരെന്താ? കൊള്ളാട്ടോ, നല്ല പഴുത്തോണ്ട്. അമ്മ ഇതൊന്ന് താ, എനിക്ക് മഞ്ഞയ്ക്ക് ഇഷ്ടമായിരിക്കും ഇത്. പഴുത്തത് ഇങ്ങനെ ഓറഞ്ച് കളറാണ്. അത് നോക്കാട്ടോ, അകത്ത് മധുരം ഉണ്ടാകും. നോക്കട്ടെ. യെല്ലോ റെഡി. ആ ഇതൊന്നും എടുത്തേ, മരം ഫുള്ളതാണ്. ബൾബിട്ട പോലെ ഇരിക്കുന്നത്. ഒരു റിസോർട്ടിലും ഇങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ ആ നാരങ്ങ ഏതാ? ഗണപതി നാരങ്ങ. നോക്കട്ടെ വീരപാണ്ടി, ഒന്ന് എടുക്കാവോ ഇങ്ങോട്ട്? കൊള്ളാലോ. ഇതൊന്നിനും കൊള്ളില്ലേ? മൈക്കോട്ടെ, അത് ആദ്യമായിട്ടാണ് കേൾക്കണേ. ഒന്നിനും കൊള്ളില്ലേ അമ്മ? അല്ല ഇത് ജ്യൂസ് അടിക്കാൻ നല്ലതല്ല. വീരപാണ്ടി നമുക്കിതൊന്ന് വെട്ടി നോക്കാം. ബാ ഇപ്പൊ തന്നെ വെട്ടി നോക്കിയാലോ? ഇപ്പോൾ ഗണപതി നാരങ്ങ വെട്ടിക്കോ. നമുക്ക് ഇന്ന് തന്നെ അറിയണം എന്താ ഇതിൽ. അയ്യോ കുമ്പളങ്ങ പോലെ. അമ്മ മണം മറ്റേ ഇതിന്റെ പോലെ കേട്ടോ, മറ്റേ നാരങ്ങയുടെ അതേ മണോ? ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. തട്ടിപ്പോവോ? മറ്റേ ഒരു ബബ്ലൂസ് നാരങ്ങ ഇല്ലേ, വീരപാണ്ടി ടേസ്റ്റ്. മമ്മി ഒന്ന് ടേസ്റ്റ് ചെയ്ത്. കുഴപ്പമൊന്നുമില്ല. ഇത് മമ്മി, ഇത് നമ്മുടെ ലൈം, സാധാ ലൈമിന്റെ അതേ ഫ്ലേവർ ആട്ടോ. മിക്കവാറും അച്ചാറിടാൻ നല്ലതായിരിക്കണം. പുളി നന്നായിട്ടുണ്ട്. അതേ ടേസ്റ്റ്. അമ്മ ഇത് ജാതിക്ക പഴുത്താണോ? ഇത് നോക്കിക്കേ. ഇങ്ങനത്തെ കിട്ടുമോ എനിക്ക്? മറ്റേ കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാനാ. ജാതിക്കയും ലൈമും കൂടിയായിട്ടുള്ള കോൺസെൻട്രേറ്റ് നല്ല. ഇത് മൂത്തതാണ് എന്തായാലും. പിന്നെ ഇതിനെ ഉണക്കിയാൽ മതി. ഈ ജാതിപത്രി. ഇതൊക്കെ ഒരു രക്ഷയില്ലാണ്ട് മണം. വീരപാണ്ടി ഇത്രയും പോരാ, എനിക്കൊരു കവർ നിറച്ച് വേണം. ഇതൊരു കവറിൽ തരും. എന്നിട്ട് അതുമല്ല, കുറച്ചധികം വേണം. എങ്ങനെ പൊട്ടിക്കും? അതല്ല, മുകളിലുള്ള പൊട്ടിക്കും. അമ്മ മുകളിലുള്ള പൊട്ടിക്കാൻ പറ്റില്ല. ഒരു 10 എണ്ണമെങ്കിലും എനിക്ക് എടുത്തതാ. അപ്പൊ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മരം മംഗേസിനാണോ ഇത്? ആയിട്ടില്ല. പക്ഷേ മാംഗോസ്റ്റി മാത്രമേ നമ്മുടെ വീട്ടിൽ അത്രയും ശരിയാകുന്നില്ല. എനിക്കൊന്നും ഈ മണ്ണ് അത്രയും നല്ലത്. നീ മറ്റു വേറെ
അമ്മ തന്നിട്ടില്ലത് ഞങ്ങൾക്ക്. അമ്മ അപ്പുറത്തെ ചാമ്പയുടെ സ്ഥലത്ത് കൂടി പോകാം. കാന്താരിയുടെ ചെടി നമുക്ക് ഇങ്ങോട്ട് വീട് അറിയാലോ. അമ്മ ഇത് ഈ പഴുത്തല്ലോ, പച്ചയല്ലേ യൂസ് ചെയ്യാറ്? അപ്പൊ ഈ വൈറ്റ് കളർ കാന്താരിയാണോ ഇത്? അല്ല, വൈറ്റ് കളറാണ് കാന്താരിയുടെ. വീരവണ്ടി. അപ്പൊ എനിക്ക് നമ്പർ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കണ്ട. കാന്താരി മുളകും വേണേ, പിന്നെ ചെമ്പരത്തിപ്പൂവും വേണം താളിക്ക്. മറക്കല്ലേ. എൻ്റെ മമ്മി ഒരു എക്സലൻറ്റ് കുക്കാട്ടോ. ഈ മീൻ വറ്റിച്ചത് മാത്രമേ നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളൂ തോന്നുന്നു. ആൻഡ് ഒരു നേരത്തെ ഞാനൊരു ഫിഷ് ബിരിയാണി മമ്മിയുടെ ഇട്ടിട്ടുണ്ട്. ബട്ട് ഫിഷ് ബിരിയാണി മീൻ വറ്റിച്ച ഒന്നുമല്ല. ഇവിടെ പെരുന്നാളിൻ്റെ വീഡിയോ ഞാനൊരു പ്രാവശ്യം എടുത്ത് കാണിക്കാം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇത് ആക്ച്വലി പ്രഷറിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അമ്മ? പ്രഷറിനല്ല, ഷുഗറിനാണോ പ്രഷറിനാണോ? സോ ഇത് വെച്ച് ഒരു കോൺസെൻട്രേറ്റും ഞാൻ കുടിച്ചിട്ടുണ്ട്. ബട്ട് നമുക്ക് ട്രൈ ചെയ്തോ. ഭയങ്കര തണുപ്പിച്ച് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്റ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത്. ജ്യൂസ് അടിക്കാനും നല്ല. ജ്യൂസിന് എന്തൊക്കെ ഇടാമോ? മധുരം, ചാമ്പക്കയുടെ വെയിലാണത്. അയ്യോ അമ്മ, അതും വേണം. എവിടെ മരം? ഓ, വീരവണ്ടി കൊണ്ടപ്പൂ ഓർഡർ കൊടുക്കാനായിട്ട് വന്നാൽ മതി. ഇത് തന്നെ വ്ളോഗ് ചെയ്യാൻ മാത്രം ഉണ്ട്. ഇപ്പോഴറിയണം. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ചെറിയൊരു ദുരുദ്ദേശവും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് മമ്മീനെ കൊണ്ടൊന്ന് കാണിക്കാനും കൂടിയുള്ള ഒരു വഴിയാണിത്. ബിക്കോസ് ഞാൻ എത്ര കുക്കിംഗ് വീഡിയോ ചെയ്താലും എന്നോട് പറയും കാണാനുള്ള ക്ഷമയില്ല എന്ന്. ബട്ട് ഇതെന്തായാലും മമ്മി കാണും. വീരവണ്ടി തന്നു താഴെയല്ലേ വീടല്ലേ? മമ്മി പണ്ടുണ്ടായിരുന്ന റെഡും ബ്ലാക്കും, റെഡും യെല്ലോവും ലിച്ചി. എനിക്ക് ഇവിടെ നിന്ന് വെള്ളവും കൂടി പാക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട്. നമ്മുടെ കിണറെവിടെ? പഴയ കിണർ. തീരുമാനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കിട്ടും. ഇല എടുത്തില്ലേ? വേണ്ട ഇനിയിപ്പോ പോണ്ട, കുഴപ്പമില്ല. എടുത്ത് വെച്ചു. ഫോണിന്റെ ചാർജ് ഇപ്പൊ ഒരു മാസത്തേക്കുള്ളായില്ലേ? ഒരു മാസത്തേക്കുള്ളായിട്ടുണ്ട്. ഇത് മറ്റേ സൂരജ് ചേച്ചിയും രാജയും എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചക്ക വേണോന്നാ? ചക്ക വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കുള്ളതാണ്. ഓക്കെ, താങ്ക് യു.